സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ കൊണ്ടുവന്നേക്കുന്നത് 2024 E20 ഫ്യൂൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള OBD2 സെൻസറുള്ള ഹീറോ സ്പ്ലെൻഡർ പ്ലസ് ആണ്. i3s സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയുടെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എടുത്തേക്കുന്നത് ഫുൾ ബ്ലാക്ക്, അതായത് ഗ്ലോസി ബ്ലാക്ക് കളറുള്ള ഹീറോ സ്പ്ലെൻഡർ പ്ലസ് ആണ്. ഇതിന് തന്നെ വേറെ 2 കളർ വേരിയൻറ്റ് കൂടെ അവൈലബിൾ ആണ്. അത് കൂടാതെ ഇതിൽ തന്നെ ഇത് സ്പ്ലെൻഡർ പ്ലസ് ആണ്. അതുകൂടെ സ്പ്ലെൻഡർ പ്ലസ് എക്സ്ടെക് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മീറ്റർ വരുന്ന മറ്റൊരു വേരിയൻറ്റ് കൂടെ സ്പ്ലെൻഡർ പ്ലസ്സിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ വൈസർ വരുന്നത്. ഗ്ലോസി ബ്ലാക്ക് കളറാണ്. അതിൽ ഹീറോൻ്റെ ബാഡ്ജിങ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഹീറോ സ്പ്ലെൻഡർ പ്ലസിനുള്ള സ്റ്റിക്കർ വർക്ക് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ സൈഡ് ഇൻഡിക്കേറ്റർ എല്ലാം ക്ലാസിക് സ്പ്ലെൻഡറിൻ്റെ തന്നെയാണ്. പഴയ മോഡൽ സ്പ്ലെൻഡർ തന്നെ ഉപയോഗിച്ചേക്കുന്നത്. ടയേഴ്സ് വരുന്നത് 18 ഇഞ്ച് ട്യൂബ്ലെസ് ടയറാണ്. C8 അല്ലെങ്കിൽ MRF ആയിരിക്കും വരെ. അലോയ് വീൽസ് വരുന്നുണ്ട്. ടയർ സൈസ് 80, 100, 12 ആണ്. 12 അല്ല കേട്ടോ, 18 സൈസ് വരുന്നത്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരും. അത് ഹൈലി സ്റ്റേബിൾ ആണ്, കംഫർട്ടബിൾ ആണ്. ഹീറോൻ്റെ ബൈക്കുകളിലെല്ലാം സസ്പെൻഷൻ കുറച്ചുകൂടി ലോങ് ആയിരിക്കും. ഷോക്കപ്പ് സ്റ്റെം ട്യൂബിന് നല്ല നീളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ റോഡിൽ ചാടുമ്പോൾ ആ ആക്കം കുറവായിരിക്കും. ഇത് ഫുൾ ഗ്ലോസി ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റിക്കർ വർക്ക് എല്ലാം വരുന്നത് വെള്ള കളറാണ്, വൈറ്റ് കളറിലാണ് ഹീറോൻ്റെ ഫുൾ ബാഡ്ജിങ് എല്ലാം വരുന്നത്. ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള സ്റ്റിക്കർ വർക്കാണ് വരുന്നത്. കൂടുതലും ആ ബ്ലാക്ക് കളർ എടുത്ത് കാണിക്കാനാണ് കമ്പനി ശ്രമിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് അല്ലെങ്കിൽ സിൽവർ കളറുള്ള സ്റ്റിക്കർ വർക്കും ഓർണമെൻറ്റ്സും അല്ലെങ്കിൽ ആക്സസറീസൊക്കെയാണ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കണ്ടില്ല, സൈലൻസർ ഷീൽഡ് ആയാലും റിയർ കാരിയർ എല്ലാം ക്രോം പ്ലേറ്റഡ് ആണ് വരുന്നത്. പിന്നെ ഓൾറെഡി E20 ഫ്യൂൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. നമ്മുടെ വണ്ടിയുടെ ഇതാണ് സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് വരുന്നത്. ഇത് i3s ഓണും ഓഫും ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇതാണ് വണ്ടിയുടെ മിറർ വരുന്നത്. വണ്ടിയുടെ മീറ്റർ ഫുള്ളി അനലോഗാണ്, സിമ്പിളാണ്. ന്യൂട്രൽ ലൈറ്റ്, എഞ്ചിൻ വാർണിംഗ് ലൈറ്റ്, ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റ്, പിന്നെ കൂടാതെ സൈഡ് സ്റ്റാൻഡ് നോട്ടിഫിക്കേഷൻ, i3sൻ്റെ നോട്ടിഫിക്കേഷൻ, ഫ്യൂൽ ഗേജ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇടത്തെ സൈഡിലാകുമ്പോൾ ഇൻഡിക്കേറ്റർ, ഹോണ്, ഡിം ബ്രൈറ്റ്. ക്രോം കളറിലുള്ള പ്രീമിയം ടൈപ്പ് ഹാൻഡിൽ ബാറാണ് വണ്ടിക്ക് യൂസ് ചെയ്തേക്കുന്നത്. ലേറ്റസ്റ്റ് മോഡൽ സ്പ്ലെൻഡറിൽ യൂസ് ചെയ്തിരിക്കുന്നത് എക്സെൻസ് FI ടെക്നോളജിയാണ്. അത് ഫ്യൂൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും. അതുകൂടാതെ എമിഷൻസ് കുറവായിരിക്കും, പൊല്യൂഷൻ കുറവായിരിക്കും. കൂടാതെ ഇൻസ്റ്റൻറ്റ് പിക്കപ്പ് കൂടുതൽ വരും വണ്ടിക്ക്. ഇപ്പോൾ ഈ വണ്ടിയുടെ എഞ്ചിൻ വന്ന് 97 cc ആണ്. പവർ എന്നത് 5.9 bhp ആണ്. ടോർക്ക് 8.5 ന്യൂട്ടൺ മീറ്റർ വരെ. അത് ഇൻസ്റ്റൻറ്റ് പിക്കപ്പ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എമിഷനും കുറവായിരിക്കും ഈ വാഹനത്തിന്. ഏറ്റവും ലേറ്റസ്റ്റ് OBD2 സെൻസറാണ് ഞാൻ ഈ തൊട്ട് കാണിച്ചേക്കുന്നത്. അതിപ്പോൾ വരുന്ന 2024 എല്ലാ ഹീറോൻ്റെ ആയാലും എല്ലാ വണ്ടികൾക്കും അത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടിയുടെ മെറ്റൽ കോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രൈസിൽ തന്നെ ചെറിയ ചെറിയ കോംപ്രമൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും വിഷയമില്ല. ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഹീറോ സ്പ്ലെൻഡർ പ്ലസ്സിലായാലും എക്സ്ടെക്കിലായാലും വരുന്നത്. സൈഡ് സ്റ്റാൻഡ്, എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ, അല്ലാണ്ട് വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഇതിൻ്റെ ചെയിൻ കവർ വരുന്നത് മെറ്റലാണ്, പ്യുവർ മെറ്റലാണ് ചെയിൻ കവർ വരുന്നത്. പിന്നെ ഒരു സിംഗിൾ ഡയറക്ഷനിലേക്ക് അഡ്ജസ്റ്റബിൾ ആയിരുന്നു ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. സാരി ഗാർഡ് വരുന്നുണ്ട്. ഇത് സ്റ്റോക്ക് വണ്ടിയാണ്, ഇതിൽ സാരി ഗാർഡ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് സൈഡിൽ കെട്ടി വെച്ചേക്കുന്നത്. സ്പ്ലെൻഡറിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയത് അതിൻ്റെ ആ ഡിസൈൻ തന്നെയാണ്. ആ എന്താ പറയുക, 2000 മുമ്പ് 98, 97 ഇറങ്ങിയ ആ ഒരു ഡിസൈൻ പാറ്റേൺ, ആ ഒരു ബോഡി ഷേപ്പ് തന്നെയാണ് ഇപ്പോഴും കമ്പനി ഫോളോ ചെയ്യുന്നത്. വളരെ എക്സ്ട്രാ ലോങ് ആയിട്ടുള്ളൊരു സീറ്റാണ് വരുന്നത്. 1, 2, 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നല്ല നീളമുള്ള അടിപൊളി സീറ്റാണ് വരുന്നത്. റിയർ കാരിയർ വരുന്നത്, റിയർ ഗ്രാബ് എന്ന് പറയാൻ പറ്റില്ല, ഇത് കാരിയറാണ്. ഇത് ഫുൾ ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള കാരിയറാണ് ഈ ബൈക്കിന് കമ്പനി നൽകിയിരിക്കുന്നത്. ബാക്ക് ടൈലൈറ്റിനെ കുറിച്ച് പറയാൻ സ്ക്വയർ ടൈപ്പ് ടൈലൈറ്റാണ്. ക്ലാസിക് ആയിട്ടുള്ള സ്പ്ലെൻഡറിൻ്റെ സ്ക്വയർ ടൈപ്പ് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ബാക്ക് സൈഡ് ഇപ്പോഴും എപ്പോഴും സ്പ്ലെൻഡറിന് കൊടുത്തിരിക്കുന്നത്. അതിന് യാതൊരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. ബാക്ക് സൈഡ് മഡ് ഗാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിലും അത് പഴയ സെയിം ടു സെയിം മഡ് ഗാർഡ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ടൊരു റിഫ്ലക്ടർ മഡ് ഗാർഡിന് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ സൈസ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. അടുത്ത് സെക്യൂർ ഡ്രൈവാണ് C8ൻ്റെ ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. ടയർ സൈസ് ഏകദേശം 18 ഇഞ്ച് തന്നെയാണ്. 80, 100, 18 ടയർ സൈസ് വരുന്നത്. ട്യൂബ്ലെസ് ടയറാണ് വന്നേക്കുന്നത്. 18 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കോംബി ബ്രേക്ക് സിസ്റ്റമാണ്. ബാക്ക് സൈഡ് ഡ്രം ബ്രേക്കാണ്, ഫ്രണ്ടിലും ഡ്രം ബ്രേക്കാണ്. നല്ല കോംബി ബ്രേക്ക് സിസ്റ്റം അവൈലബിൾ ആണ്. ഇതാണ് 2024 മോഡൽ സ്പ്ലെൻഡറിന് സസ്പെൻഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. 5 പോയിൻറ്റ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പുള്ള സ്പ്രിംഗ് ലോഡഡ് സസ്പെൻഷനാണ് ബാക്ക് സൈഡിൽ വരുന്നത്. സസ്പെൻഷൻ്റെ ലോവർ പോർഷനും അതുപോലെ തന്നെ സൈലൻസറിൻ്റെ ഷീൽഡും ഫുൾ ക്രോം പ്ലേറ്റഡ് ആണ്. 2 സ്ക്രൂയിങ് ആണ് സൈലൻസർ ഷീൽഡിന് വരുന്നത്. ഫുൾ ക്രോം പ്ലേറ്റഡ് ആണ്. അതിൻ്റെ കളർ കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. പിന്നെ കിക്കർ വരുന്നുണ്ട്. സെൽഫ് സ്റ്റാർട്ടും കിക്കറും ഈ മോഡൽ വരുന്നുണ്ട്.
i3s സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി അവൈലബിൾ ആണ്. അതായത് നമ്മൾ i3sൻ്റെ ബട്ടൺ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അധികം നേരം ഐഡിയലായിട്ട് വണ്ടി നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. ക്ലച്ച് പിടിച്ച് ആക്സലേഷൻ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി തിരിച്ച് സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ മോഡൽ സ്പ്ലെൻഡറിൻ്റെ വിശേഷങ്ങൾ.